ഹായ് ഹലോ നമസ്കാരം. ഞാനിന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഇച്ചിരി തേങ്ങാച്ചോറും ബീഫ് കറിയും നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കുക കേട്ടോ. തേങ്ങ ചിരണ്ടിയതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു തേങ്ങ എടുത്ത് അതൊന്ന് ചിരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് കുക്കറിലാണ് കേട്ടോ ഇത് വയ്ക്കുന്നത്, തേങ്ങാച്ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതിലോട്ട് തേങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, ഒരു 3-4 ഏലക്കായും കൂടി ഇട്ടു. ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കഴുകി വാരി വെച്ച അരിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ട അരിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി കഴുകി വാരി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം കേട്ടോ. കാരണം തേങ്ങാപ്പാൽ മാത്രം പോരാ, കുറച്ച് വെള്ളവും കൂടി വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് അതിലോട്ട് പിടിക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പോൾ നെയ്യ് ചുമ്മാ വെറുതെ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് എടുക്കുകയാണ്. കുറച്ച് കൂടുതൽ കൊച്ചുള്ളി അരിഞ്ഞെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചീഞ്ചട്ടി ഗ്യാസ് കത്തിച്ച് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യുടെ ചുവയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ നെയ്യ് ചൂടായ ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ചൂടായി ഇളക്കി എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഏകദേശം അതൊന്ന് നല്ല മൂത്ത് നല്ല കളറായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ആ കൂട്ടി വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂട്ടി വെച്ചതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് അതിലേക്കിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഇതിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് നല്ലപോലെ വെന്ത് നല്ല വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല മണമുണ്ട്. നെയ്യുടെയൊക്കെ ആ മണമൊക്കെ നല്ലൊരു മണമൊക്കെ ആയിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് വയ്ക്കാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് മൂടി വച്ചേക്കാം. പിന്നെ നമുക്ക് ബീഫ് കറി വയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒരു കുക്കർ വെച്ച് ഗ്യാസ് കത്തിച്ച് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വഴറ്റി കിട്ടും കേട്ടോ. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു, മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കണം, മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു, മസാലപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. ബീഫ് മസാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് നല്ലോണം പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ കഴുകി വെച്ച് ബീഫ് ഇവിടെ റെഡിയാണ്. അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഫ് നമ്മൾ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചത് നമ്മുടെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബീഫ് കറിയൊക്കെ ഒന്ന് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് ബീഫ് കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറിയും തേങ്ങാച്ചോറും ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അതുവരേക്കും ബായ്.